Radio Apps 91.0, where every voice matters. ഹായ് ഹലോ നമസ്കാരം. ആപ്സ് റേഡിയോ 91.0യിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ ആൽവിൻ. ഞാൻ RJ അഹസൻ. ജൂലൈ 20 ദേശീയ ചന്ദ്രദിനത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടത്തിലൊന്നായ ചന്ദ്രനിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. ഒരു കാലത്ത് ചന്ദ്രൻ മനുഷ്യന്റെ സ്വപ്നമായിരുന്നു. കവികളിലൂടെയും ഭാവനയിലൂടെയും കഥകളിലൂടെയും പാട്ടുകളിലുമായിരുന്നു ചന്ദ്രന്റെ സ്ഥാനം. എന്നാൽ ശാസ്ത്രത്തിന്റെ വളർച്ചയും മനുഷ്യന്റെ കഠിനമായ പരിശ്രമവും ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി. 1969 ജൂലൈ 20 മനുഷ്യ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നു. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി. അസാധ്യം എന്ന് കരുതിയ ഒരു സ്വപ്നം അറിവും ധൈര്യവും പരിശ്രമവും ചേർന്നപ്പോൾ സാധ്യമായി. ഈ നേട്ടം നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. വലിയ സ്വപ്നങ്ങൾ കാണാൻ ഭയപ്പെടരുത്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിരന്തരമായി പരിശ്രമിക്കണം. ഇനി ചന്ദ്രനുമായി ബന്ധപ്പെട്ട ചില കൗതുക വിവരങ്ങൾ അവതരിപ്പിക്കാൻ സച്ചിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ചന്ദ്രദിനത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില ചന്ദ്രവിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആകാശത്ത് നമ്മൾ കാണുന്ന ഈ വെള്ളിത്താലിയെക്കുറിച്ച് നമ്മളിൽ പലർക്കും അറിയാത്ത ചില കൗതുകരമായ കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് നമ്മുടെ ഭാരത്തെക്കുറിച്ചാണ്. ഭൂമിയിലുള്ള അത്ര ഗുരുത്വാകർഷണം ചന്ദ്രനിൽ ഇല്ല. ഭൂമിയുടെ 1/6 മാത്രമേ അവിടെയുള്ളൂ. അതുകൊണ്ട് ഇവിടെ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ ചന്ദ്രനിൽ എത്തിയാൽ വെറും 10 കിലോഗ്രാം മാത്രമായി മാറും. രണ്ടാമതായി, ഒരിക്കലും മായാത്ത കാൽപ്പാടുകൾ. ചന്ദ്രനിൽ കാറ്റോ മഴയോ അന്തരീക്ഷമോ ഇല്ല. അതുകൊണ്ട് 1969 നീൽ ആംസ്ട്രോങ് അവിടെ പതിപ്പിച്ച ആദ്യത്തെ കാൽപ്പാടുകൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു മാറ്റവും ഇല്ലാതെ അവിടെ തന്നെ ഉണ്ടാകും. അത് തുടച്ചു നീക്കാൻ അവിടെ കാറ്റടിക്കാറില്ല. അവസാനമായി ചന്ദ്രൻ നമ്മളിൽ നിന്ന് അകലുകയാണ്. ഓരോ വർഷവും ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏകദേശം 3.8 സെൻറ്റിമീറ്റർ വീതം ദൂരേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വെറുമൊരു ഉപഗ്രഹമെന്നതിലുപരി മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ശാസ്ത്ര പുരോഗതിയുടെയും അടയാളമാണ് ചന്ദ്രൻ. ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങൾ ചന്ദ്രനെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചന്ദ്രദിനം ശാസ്ത്രബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി ചന്ദ്രനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളുമായി എത്തുന്നു നദാനിയൽ. ഒന്നാമത്തെ ചോദ്യം: ദേശീയ ചന്ദ്രദിനം എപ്പോൾ ആചരിക്കുന്നു? ഉത്തരം: ജൂലൈ 20. രണ്ടാമത്തെ ചോദ്യം: ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ബഹിരാകാശ സഞ്ചാരി? ഉത്തരം: നീൽ ആംസ്ട്രോങ്. മൂന്നാമത്തെ ചോദ്യം: മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം: അപ്പോളോ 11. നാലാമത്തെ ചോദ്യം: ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയത് ഏതു വർഷമാണ്? ഉത്തരം: 1969. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ചന്ദ്രപര്യവേഷണ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം: ചാന്ദ്രയാൻ. നന്ദി നദാനിയൽ. ചന്ദ്രനിലേക്കുള്ള യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ്: സ്വപ്നം കാണൂ, പഠിക്കൂ, പരിശ്രമിക്കൂ. അപ്പോൾ അസാധ്യമെന്ന് തോന്നുന്നത് പോലും സാധ്യമാകും. പ്രചോദനാത്മകമായ ചിന്തയോടെ ഇന്നത്തെ സ്കൂൾ റേഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച മറ്റൊരു മനോഹരമായ വിഷയവുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.